ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇലാര ഫാഷൻ സ്കൂൾ. ഈ ഒരു ചാനലിലൂടെ സ്റ്റിച്ചിങ് ക്ലാസ്സസിൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ടിൽ പാറ്റേൺ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നായിരിക്കും. സെക്കൻഡ് പാർട്ടിൽ അത് ഫാബ്രിക്കിൽ വെച്ച് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. ഇങ്ങനെ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എയർലൈൻ ഫ്രോക്കിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ടൂൾസുകൾ, പാറ്റേൺ മേക്കിങ്ങിന് വേണ്ട ടൂൾസുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇത് ബ്രൗൺ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇതിനകത്ത് ഇങ്ങനെ വരകൾ കാണാൻ പറ്റും. കണ്ടില്ലേ, വരകൾ കാണുന്നില്ലേ? ഇത് ഗ്രെയിൻ ലൈനാണ്. ഗ്രെയിൻ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാബ്രിക് അല്ലെങ്കിൽ തുണി ഏത് ഡയറക്ഷനിലേക്കാണ് ഇടേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻസ് യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ലെങ്ത് വൈസ് ഡയറക്ഷനാണ്. അതായത് നീളത്തിൽ വേണം നമ്മൾ എന്തിടാൻ, ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്, ഗ്രെയിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് മെഷർമെൻറ്റ് ടേപ്പാണ്. മെഷർമെൻറ്റ് ടേപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 ടൈപ്പിൽ മെഷർമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ വലുതായിട്ടുള്ള മെഷർമെൻറ്റും ഉണ്ട്, പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ മെഷർമെൻറ്റ്സും ഉണ്ട്. ഈ വലുത് ഇഞ്ചസ് ആണ്. ഇതിൽ ചെറുത് കൊടുത്തേക്കുന്നത് സെൻറ്റിമീറ്ററാണ്. ഇതിലേക്ക് നോക്കിയാൽ തന്നെ ഇവിടെ ഇഞ്ചും ഉണ്ട്, ഇവിടെ സെൻറ്റിമീറ്ററും ഉണ്ട്. ഓക്കെ, ഞാൻ ഇഞ്ചിലാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് സെൻറ്റിമീറ്ററാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻറ്റിമീറ്ററിൽ ചെയ്യാം. 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1 ഇഞ്ച് 2.5 സെൻറ്റിമീറ്ററാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഞാൻ തരുന്ന ഇഞ്ചിനെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് മെഷർമെൻറ്റ് കിട്ടും. ഓക്കെ, സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതിയാക്കും. ഓക്കെ, പിന്നെ വേണ്ടത് മാർക്കർ പെൻ വേണം, സ്കെയിൽ വേണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ നമുക്ക് പാറ്റേൺ ചെയ്യാൻ മതി. പിന്നെ പാറ്റേൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാബ്രിക്കും സിസേഴ്സും ഒക്കെ വേണം. ഇനി പാറ്റേൺ ഉണ്ടാക്കാൻ നമുക്ക് അടുത്ത് വേണ്ടത് മെഷർമെൻറ്റുകളാണ്. അപ്പോൾ മെഷർമെൻറ്റ് എന്ന് പറയുമ്പം ഞാൻ എൻ്റെ മോളുടെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 7 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ മെഷർമെൻറ്റാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക മെഷർമെൻറ്റ് തന്നിട്ട് ആ മെഷർമെൻറ്റിൽ എങ്ങനെയാണ് ഡ്രസ്സ് കട്ട് ചെയ്യുന്നത് എന്നല്ല ഞാൻ കാണിച്ചു തരുന്നത്. പകരം എങ്ങനെയാണ് നിങ്ങൾ അളവെടുക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ലൂസും മെഷർമെൻറ്റ്സുകളൊക്കെ ആഡ് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞു തരിക. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മെഷർമെൻറ്റ് കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പാറ്റേണിൽ മാർക്ക് ചെയ്യേണ്ടത് നീളമാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ എൻ്റെ മോളുടെ മെഷർമെൻറ്റ് ഒരു 18 എടുത്തിരിക്കുന്നത്. 18 കാണുന്നുണ്ടാവും. 18 ലെങ്ത്താണ്. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, അടിഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ചാണ് എക്സ്ട്രാ ഇടുന്നത്. ചെറിയ കുട്ടി ആയതുകൊണ്ട് 1 ഇഞ്ച് മതിയാവും. അങ്ങനെ ടോട്ടൽ 19 ഇഞ്ചസ് ആണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാറ്റേണിൻ്റെ മേലെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് താഴെ വരെ 19 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. നമുക്ക് നോക്കി കാണാം 19 ഇഞ്ചസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് ലെങ്ത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഓക്കെ, ഈ കാണുന്നത് ലെങ്ത് ആണ്. ഇതിന് നമുക്ക് തൽക്കാലത്തേക്ക് 0 to 1 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, 0 to 1 എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ആണ്. ഇനി അടുത്ത് നമ്മൾ എന്താ കൊടുക്കുന്നത് വെച്ചാൽ ഷോൾഡറാണ്. ഷോൾഡർ ഈ ഭാഗത്തേക്കായിട്ടാണ് വരിക, മേലെ ഭാഗത്താണ് ഷോൾഡർ വരിക. അപ്പോൾ ഷോൾഡർ ഇപ്പോൾ എൻ്റെ മോളുടെ അളവ് ഒരു 10 ആണ്. ഓക്കെ, അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ കുറവായിരിക്കും വരിക. ഇപ്പോൾ 9 വരും, 8, 7 ഒക്കെ പ്രായത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് വരും. ഇപ്പോൾ വലിയ ആൾക്കാർക്കാണ്, ഇപ്പോൾ എൻ്റെ അളവിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഷോൾഡർ വരുന്നത് ഒരു 15 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഏത് തന്നെ മെഷർമെൻ്റ് ആണെങ്കിലും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഷോൾഡറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് ഞാൻ ഇവിടെ ഷോൾഡർ SH ഷോൾഡർ ആണ്, ഷോൾഡർ ഡിവൈഡഡ് ബൈ 2.
2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് എത്രയാണോ കിട്ടുന്നത് അത് വേണം ഇങ്ങോട്ടേക്ക് അളക്കാൻ. അപ്പോൾ 10ൻ്റെ പകുതി 5 ആയതുകൊണ്ട് ഞാൻ 5 ഇഞ്ചാണ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. വേറെ ഒന്നും വേണ്ട, 5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി അതിനെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, ഇത് ഷോൾഡറാണ്. 0 to തൽക്കാലത്തേക്ക് ഇത് അറിയാൻ വേണ്ടി 2 എന്നിട്ടു. ഓക്കെ, 0 to 2 എന്താണ് വരുന്നത്, ഷോൾഡറാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റ് ആണ്. ചെസ്റ്റ് ആം ഹോൾ സ്ട്രെയിറ്റ് എന്നാണ് ശരിക്കും അതിന് പറയാം. ആം ഹോൾ സ്ട്രെയിറ്റ് ഇവിടെയാണ് മാർക്ക് ചെയ്യുക. 0യിൽ നിന്ന് താഴോട്ടേക്കും അതുപോലെ 2ൽ നിന്ന് താഴോട്ടേക്കുമാണ് എന്ത് മാർക്ക് ചെയ്യുക, ആം ഹോൾ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. എത്രയാണോ നിങ്ങൾക്ക് ഷോൾഡർ കിട്ടുന്നത് അതേ സെയിം അളവ് തന്നെ താഴത്തേക്ക് എടുത്താൽ മതി. ഓക്കെ, ഏത് സൈസിൽ ഏത് മെഷർമെന്റ് ആണെങ്കിലും ഞാൻ ഈ പറയുന്നത് ഫോളോ ചെയ്യുക. ഷോൾഡർ ബൈ 2 ആണ് ആം ഹോൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 5 അല്ല നമുക്ക് ഷോൾഡർ കിട്ടിയത്, ആ ഷോൾഡർ ബൈ 2 അത് 5 തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, 5 ഇഞ്ച്, അതേ 5 ഇഞ്ച് തന്നെ നമ്മൾ താഴെ കൊടുക്കുക. ഇവിടെയും എന്ത് തന്നെയായിരിക്കും, 5 ഇഞ്ച് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻസിനെ ജോയിൻ ചെയ്യിക്കാം. ഇവിടെ 2 എന്ന് വന്നിട്ടുള്ളതിനെ കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 3 എന്ന് എഴുതാം, ഇവിടെ 4 എന്ന് എഴുതാം. 0 2 4 3 ഇതിനെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യിക്കുക. അപ്പം നമുക്ക് ഒരു സ്ക്വയർ കിട്ടും ഇവിടെ. ഓക്കെ, ഇതിനെയാണ് ആം ഹോൾ സ്ട്രെയിറ്റ് എന്ന് പറയാം. ഇനി നമ്മൾ നെക്സ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് ആണ്. ഓക്കെ, ചെസ്റ്റ് CH എന്നാണ് പറയാം. ഈ ചെസ്റ്റ് ഇവിടെയാണ് നമ്മൾ കൊടുക്കുക. അതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ചെസ്റ്റ് റൗണ്ട് ബൈ 4 പ്ലസ് 1 ഇഞ്ച് ലൂസ് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസ് തയ്യൽ തുമ്പാണ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മോളുടെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 22 ഇഞ്ചസ് ആണ് കേട്ടോ. 22 ഇഞ്ചസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ കിട്ടുന്നതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 22 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 5.5 ആണ്, 5.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനൂടെ 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് സീം അലവൻസ്, ടോട്ടൽ 5.5 6.5 7.5 7.5 ഇഞ്ചസ് ആണ് എന്ത് കിട്ടുന്നത്, ചെസ്റ്റ് ഇവിടുത്തെ അളവ് വരേണ്ടത്. അപ്പോൾ നമ്മൾ 7.5 ഇഞ്ചസ് സ്കെയിലിലോ അല്ലെങ്കിൽ മെഷർമെൻറ്റ് ടൈപ്പിലോ മാർക്ക് ചെയ്യാം. ഓക്കെ, 7.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഈ 4ലേക്ക് അതിൽ ജോയിൻ ചെയ്യിക്കുക. ഫോറിലേക്ക് ജോയിൻ ചെയ്യിക്കാം. ഓക്കെ, ഇതാണ് ചെസ്റ്റിൻ്റെ പോർഷനാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, ചെസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഹരിക്കുക, കൂടെ 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഹെം പോർഷനാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഹെം പോർഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെസ്റ്റ് എത്രയാണോ എടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ 5 എന്നിടുന്നുണ്ട്, ചെസ്റ്റ് എത്രയാണ് എടുത്തത് അത് തന്നെ താഴത്തേക്ക് വരയ്ക്കുക. അപ്പോൾ ചെസ്റ്റ് നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്, 7.5. ഈ 7.5 നമ്മൾ ആദ്യം വരയ്ക്കുക. 7.5. ഓക്കെ, ഈ 7.5ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3 ഇഞ്ചസ് എക്സ്ട്രാ ഇടുക. ഞാൻ ഇതിൽ 3 ഇഞ്ചസ് ആണ് ഇടുന്നത് കേട്ടോ. 3 ഇഞ്ചസ് എക്സ്ട്രാ ഇടുക. ഈ 3 ഇഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഫ്ലെയർ വേണോ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. പക്ഷെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പായതുകൊണ്ട് ഒരുപാട് ഫ്ലെയർ ഇട്ടാലും വൃത്തികേടായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 5 എന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 6 എന്ന് മാർക്ക് ചെയ്യാം. ഈ 5 to 6നെ ജോയിൻ ചെയ്യിക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്തു, 5 to 6നെ ജോയിൻ ചെയ്യിച്ചു. ഇത് സൈഡ് സീമാണ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ ചെറിയൊരു കേർവ് കൊടുത്തിട്ട് കേർവ് ലൈനിൽ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഷേപ്പായിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ചെറിയൊരു കേർവ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കുന്ന ഭാഗം കേർവി ആയിട്ട് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന പോലെ വേണം വരാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് വരയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് ഹിപ്പ് കേർവ് ഉണ്ടെങ്കിൽ ഹിപ്പ് കേർവ് വെച്ചിട്ട് നിങ്ങൾക്ക് റൗണ്ട് ആ ഒരു കേർവ് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം.
ഓക്കെ, സൈഡ് സീമാണിത്. ഇത് സൈഡ് സീം, ഇത് ഹെം ലൈൻ, ഇത് ചെസ്റ്റ്. ഹെം ലൈൻ എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ടിന്റെ കൂടെ ഒരു 3 ഇഞ്ചസ് ആഡ് ചെയ്യുന്നതാണ്. ഇനി എന്താ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിന്റെ വിഡ്ത്ത്. നെക്ക് വിഡ്ത്ത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നെക്ക് വിഡ്ത്ത് അളക്കേണ്ടത്? നിങ്ങൾക്ക് നെക്ക് വിഡ്ത്ത് അളക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് അളക്കണ്ട. പകരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ 12 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നെക്ക് വിഡ്ത്ത്. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ എന്താണ്, ചെസ്റ്റ് റൗണ്ടിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുമോ അതാണ് മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ചെസ്റ്റ് 22 ഇഞ്ചിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് 1.8 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ 1.8നെ ഞാൻ എന്ത് ചെയ്തു, റൗണ്ട് ആക്കിയിട്ട് ഒരു 2 ഇഞ്ചസ് ഇട്ടു. ഓക്കെ, 1.8 നിങ്ങൾക്ക് അളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് 2 ഇഞ്ചസ് എടുത്തു. ചെറിയൊരു 1/8 ഇഞ്ചിൻ്റെ വ്യത്യാസമേ വരുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു 2 ഇഞ്ച് അളന്നു. നെക്ക് വിഡ്ത്താണേ, നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ് അളന്നു. ഓക്കെ, ഇനി നെക്കിൻ്റെ ഡെപ്ത്ത്. നെക്ക് ഡെപ്ത്ത്, ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത് ഒരു കുട്ടികളായതുകൊണ്ട് ഒരു 3 ഇഞ്ച് 3.25 ഇഞ്ചിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, 3.25 ഇഞ്ച്. ഇനി നെക്ക് വരയ്ക്കാനുള്ള ഒരു ഈസിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചതുരം വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു ചതുരം വരയ്ക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എഴുതി പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുണ്ടാവും. നെക്ക് ഇങ്ങനൊരു ചതുരം വരയ്ക്കാം. എന്നിട്ട് ഈ ചതുരത്തിനെ കേവ് ആക്കി കൊടുത്താൽ മതി. ഈ കോർണറിനെ കേവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചതുരം വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, മീൻസ് നെക്ക് റൗണ്ട് വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെയും ഇതും ചതുരമാക്കി വരച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, കേവ് ആക്കിയാൽ മതി കോർണർ. ഇനി ഈ നെക്ക് വിഡ്ത്ത് ബാക്ക് ആൻഡ് ഫ്രണ്ടിന് ഒരുപോലെ ആയിരിക്കും. ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ് 3.5 ഇഞ്ച് ഞാൻ എടുത്തേക്കുന്നത്. ബാക്ക് നെക്ക് നമുക്ക് അത്രയും ആവശ്യമില്ല, അതൊരു 1.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ, 1.5 ഇഞ്ച്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ചതുരം ഇവിടെ വരയ്ക്കുക, ഇതിൻ്റെ കോർണർ കേവ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയി. ഇവിടെ കൊടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചും ഇവിടെ ഒരു 3.25 ഇഞ്ചുമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് 3.25 ഇഞ്ചും ഇത് 1.5 ഇഞ്ചും. ഇതും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഷോൾഡർ സ്ലോപ്പ്. കുഞ്ഞായതുകൊണ്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാനിതിൽ നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് ശരിക്കും ഷോൾഡർ സ്ലോപ്പിൻ്റെ ആവശ്യമില്ല, പക്ഷെ വലിയ ആൾക്കാർക്ക് ഒരു 1/2 ഇഞ്ചാണ് നമ്മൾ സാധാരണ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാറുള്ളത്. ഓക്കെ, ഇനി ആം ഹോളിൻ്റെ കേവ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ആം ഹോൾ എന്ന റിഗാളാണ് കേട്ടോ, കൈക്കുഴി. അതിൻ്റെ കേവ് വരയ്ക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ലേ, ഈ ഷോൾഡർ സ്ലോപ്പ് മുതൽ ഈ 4 എഴുതിയേക്കുന്ന ഈ പോയിന്റ് വരെ ഉള്ളതിൻ്റെ നേരെ പകുതി. ഓക്കെ, ഇപ്പം ഞാൻ അളന്ന് എനിക്കിവിടെ 4.5 ഓക്കെ, 4.5 എനിക്ക് അളവ് വന്നേക്കുന്നത്. അപ്പം ഞാനൊരു 2.25 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു 2.25 ഇഞ്ചിൽ മാർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ ഞാൻ 2 ഡാഷ് എന്ന് എഴുതുന്നുണ്ട്. ഈ 2 ഡാഷ് മുതൽ 4 വരെയുള്ള അളവിൻ്റെ നേരെ പകുതി എടുക്കുക, അവിടെ ഒരു ഡോട്ട് ഇടുക. ഈ 4ൽ നിന്ന് ചരിച്ചിട്ട് ഒരു 3/4 ഇഞ്ച് കൊടുക്കുക. 3/4 ഇഞ്ച്, കുട്ടി ആയതുകൊണ്ട് 3/4 ഇഞ്ച് മതി. വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു 1 ഇഞ്ച് കൊടുക്കണം. ചരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റും ഈ ചെരിച്ച് വരച്ചേക്കുന്ന പോയിന്റും 5ലേക്കും കർവ്ഡ് ലൈനിൽ ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, ഇതാണ് ആം ഹോൾ. ക്ലിയർ ആയോ? ഇതാണ് ആം ഹോൾ. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ഡ്രസ്സായതുകൊണ്ട് ആം ഹോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫ്രണ്ട് ബാക്കിൽ നിന്ന് കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ വലിയ ഒരാളുടെ സൈസിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഫ്രണ്ട് കുഴിച്ചു വെട്ടണം. ഒരു 1/4 ഇഞ്ച് എന്ത് ചെയ്യണം, കുഴിച്ച് വെട്ടണം. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ബോഡി എല്ലാം ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരേപോലെ സ്ട്രെയിറ്റ് വരുന്നതിനെ കൊണ്ട് ആം ഹോൾ കർവിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. സോ ഇതാണ് നമ്മുടെ എ ലൈൻ ഫ്രോക്കിൻ്റെ പാറ്റേൺ. ഓക്കെ, എ ലൈൻ ഫ്രോക്കിൻ്റെ പാറ്റേൺ വരുന്നത് ഇവിടെയാണ്. താഴെയൊന്നും വലിയ വ്യത്യാസം വരില്ല. നിങ്ങൾ പഠിക്കേണ്ട ഭാഗം വരുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് എ ലൈൻ ഫ്രോക്കിൻ്റെ പാറ്റേൺ. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇതിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല, ഇല്ലെങ്കിൽ വേറെ എന്ത് സജഷൻ ഉണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാം. ഇതിനി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഹെം പോർഷനാണ് കട്ട് ചെയ്യുന്നത്.
പിന്നെ ലെങ്ത്ത് കട്ട് ചെയ്യാണ്. ഷോൾഡർ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് കൊടുക്കുന്നത്. സൈഡ് സീം കർവ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിംഗിളായിട്ട് കുറച്ചായിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ കരപരാന്ന് വരരുത്. വൃത്തിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫിനിഷിങ്ങിൻ്റെ സമയത്ത് അത് അത്യാവശ്യമാണ്. ഫാബ്രിക്കിലേക്ക് നിങ്ങൾ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ശീലിക്കാം. ഓക്കെ, ഇനി ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യണം. നെക്ക് ബാക്കാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നെക്ക് ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ദെൻ സൈഡ് സീമും കൂടെ കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഒരു കേർവി ഫീൽ വരരുത്. ഇവിടെ സ്ട്രെയിറ്റ് എന്നുള്ളതിലേക്ക് തന്നെ വരണം. ഇവിടെ കേർവ് സ്റ്റിച്ച് വന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് വന്ന് ഇവിടേക്ക് ഒരു കേർവ് പോലെ പോയി കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ ഭാഗത്ത് ഇവിടെ പ്രശ്നം വരും. സോ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന പോലെ വേണം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എ ലൈൻ ഫ്രോക്കിന്റെ പാറ്റേൺ. ഇതിലേക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം ഒരു ചെറുതായിട്ടൊന്ന് കർവ് കൊടുക്കണം. സ്ട്രെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ തൂങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു 1/4 ഇഞ്ചിലേക്ക് ചെറിയൊരു കർവ് വരച്ചിട്ട് അടിഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ തൂങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ എ ലൈൻ ഫ്രോക്കിൻ്റെ പാറ്റേൺ. ഇതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് സജഷൻ ഉണ്ടെങ്കിലും ദയവായിട്ട് എന്നെ അറിയിക്കുക. ഇന്ന് ശ്രദ്ധയോടെ എൻ്റെ ക്ലാസ് കേട്ടതിനായിട്ട് എല്ലാവർക്കും നന്ദി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം. ബൈ.